പവർ പ്ലാന്റുകളെയും എണ്ണ സൗകര്യങ്ങളെയും തകർക്കുമെന്ന ഭീഷണികൾ ഒരു വശത്ത് ഉയരുമ്പോൾ ഇറാനിൽ നിന്ന് ഉയരുന്നത് മറ്റൊരു സന്ദേശമാണ്. ഞങ്ങൾ വഴങ്ങില്ല, ഞങ്ങളുടെ വിരലുകൾ ട്രിഗറിലാണ്. പശ്ചിമേഷ്യയുടെ ആകാശത്ത് വീണ്ടും യുദ്ധമേഘങ്ങൾ കടുക്കുന്ന ഈ ഘട്ടത്തിൽ അമേരിക്കയും ഇസ്രായേലും മുന്നോട്ട് വെക്കുന്ന സമ്മർദ്ദ നയങ്ങൾക്ക് മുന്നിൽ ഇറാൻ തന്റെ നിലപാട് കൂടുതൽ ശക്തമായി ആവർത്തിക്കുകയാണ്. മിസൈലുകൾക്ക് ഇടവേള വന്നിട്ടുണ്ടാകാം, പക്ഷേ സംഘർഷത്തിന്റെ രാഷ്ട്രീയവും തന്ത്രപരവുമായ പോരാട്ടം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ലോകം ഇന്ന് ഉറ്റുനോക്കുന്നത് ഒരു രാജ്യത്തിന്റെ സൈനിക ശക്തിയല്ല, ഉപരോധങ്ങളും ആക്രമണങ്ങളും നേരിട്ടിട്ടും അത് എത്രത്തോളം ഉറച്ചു നിൽക്കുമെന്നതാണ്. രാജ്യത്തിന്റെ സന്നദ്ധയും വിട്ടുവീഴ്ചയില്ലാത്ത ഐക്യവും അടിവരയിടുന്ന ഒരു സംയുക്ത സന്ദേശമാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എയറോസ്പേസ് നാവികസേനയുടെ കമാൻഡർമാർ പുറത്തുവിട്ടത്. ലക്ഷ്യങ്ങളുടെ ബാങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട്, വിരലുകൾ ട്രിഗറിലാണ്. ഞങ്ങളുടെ പിന്തുണ തെരുവുകളുടെ ഐക്യവും ഉദ്യോഗസ്ഥരുടെ ഐക്യവുമാണ് എന്നതായിരുന്നു അവരുടെ പ്രഖ്യാപനം. സൈനിക മുന്നറിയിപ്പിനൊപ്പം ദേശീയ ഐക്യത്തെയും ജനപിന്തുണയും ഒരേ സമയം ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിച്ച സന്ദേശമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. നിലവിലെ ദുർബലമായ വെടിനിർത്തൽ കാലഘട്ടത്തിൽ ഇറാൻ തന്നെ നിബന്ധനകൾ അംഗീകരിക്കാത്ത പക്ഷം ഇറാനിയൻ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമാക്കാമെന്ന തരത്തിലുള്ള അമേരിക്കൻ മുന്നറിയിപ്പുകൾക്കാണ് പുതിയ വിവാദങ്ങൾ തുടക്കമിട്ടത്. ഇതിന് പിന്നാലെയാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥരും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കമാൻഡർമാരും കടുത്ത ഭാഷയിൽ പ്രതികരിച്ചത്. രാജ്യത്തിന്റെ സുരക്ഷയും പരമാധികാരവും ഭീഷണിയിലാകുന്ന ഏത് നീക്കത്തിനും മറുപടി നൽകാൻ സന്നദ്ധമാണെന്നും സാധ്യതയുള്ള ലക്ഷ്യങ്ങൾ ഇതിനകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞുവെന്നും അവർ വ്യക്തമാക്കി. രാജ്യത്തിനകത്തെ ഐക്യവും ദേശീയ മനോവീര്യവുമാണ് തങ്ങളുടെ ഏറ്റവും വലിയ കരുത്തെന്ന് അവർ ആവർത്തിച്ചു. ഇറാന്റെ പ്രതികാര സിദ്ധാന്തത്തിൽ മാറ്റമുണ്ടെന്ന സൂചനകൾ ഉദ്യോഗസ്ഥർ നൽകുന്നു. മുൻപ് കണ്ണിന് കണ്ണെന്ന രീതിയിലായിരുന്നു പ്രതികരണം. വീണ്ടും ആക്രമണം ഉണ്ടായാൽ അതിലും ശക്തമായ തിരിച്ചടിയാകുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ഉയരുന്നത്. ഇത് വെറും വാചക പ്രതികരണം മാത്രമല്ല, മേഖലയിലെ ഊർജ്ജ സൗകര്യങ്ങൾ, സൈനിക താവളങ്ങൾ, തന്ത്രപ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെ ചുറ്റിപ്പറ്റിയുള്ള വലിയ സന്ദേശമാണ്. ഇറാന്റെ എണ്ണ മേഖലയെ ലക്ഷ്യമിടുന്ന ഏത് നീക്കവും അതേ മേഖലയിലുള്ള ആക്രമണകാരികളുടെ താല്പര്യങ്ങൾക്കും തിരിച്ചടിയാകാമെന്നതാണ് ഈ മുന്നറിയിപ്പിന്റെ ഉള്ളടക്കം. അതിനിടെ അറബ് ലീഗ് പുറത്തിറക്കിയ പ്രമേയത്തെയും ഇറാൻ ശക്തമായി തള്ളിക്കളഞ്ഞു. അമേരിക്കൻ സേനയ്ക്ക് ആതിഥേയം വഹിക്കുന്ന സ്ഥലങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച പ്രമേയം ഏകപക്ഷീയവും അസന്തുലിതവുമാണെന്ന് ഇറാന്റെ വിലയിരുത്തൽ. ഇറാൻ വ്യക്തമാക്കുന്നത് തന്റെ നടപടികളെല്ലാം ഐക്യരാഷ്ട്രസഭ ചാർട്ടറിലെ സ്വയം പ്രതിരോധ അവകാശത്തിന്റെ പരിധിയിലാണെന്നാണ്. വിദേശ സൈനിക ശക്തികൾക്ക് സ്വന്തം പ്രദേശം ഉപയോഗിക്കാൻ അനുവദിക്കുന്ന രാജ്യങ്ങൾക്കും അതിന്റെ പ്രത്യാഘാതങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ടാകുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. അമേരിക്കൻ ഇസ്രായേൽ സൈനിക നീക്കങ്ങൾക്കെതിരെ ഇറാൻ നടത്തിയ പ്രത്യാക്രമണങ്ങളെ അപലപിച്ച അറബ് ലീഗ് നടപടി ഏകപക്ഷീയമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് എസ്മയിൽ ബഗായ് വ്യക്തമാക്കി. തങ്ങളുടെ നടപടികൾ കേവലം ആക്രമണമല്ലെന്നും മറിച്ച് ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടർ ആർട്ടിക്കിൾ 51 പ്രകാരം അനുവദനീയമായ സ്വയം പ്രതിരോധമാണെന്നുമാണ് ഇറാന്റെ നിലപാട്. വിദേശ ശക്തികളുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങി പ്രവർത്തിക്കുന്നതിന് പകരം മേഖലയിലെ യഥാർത്ഥ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ അറബ് ലീഗ് തയ്യാറാകണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. മേഖലയിലെ അസ്ഥിരതയുടെ യഥാർത്ഥ കാരണം പുറത്തുനിന്നുള്ള സൈനിക ഇടപെടലുകളും പലസ്തീനിൽ നീണ്ടു നിൽക്കുന്ന അധിനിവേശവുമാണെന്ന് ബഗായ് ചൂണ്ടിക്കാട്ടി. അയൽ രാജ്യങ്ങളുടെ പരമാധികാരത്തെ ബഹുമാനിക്കുന്നതോടൊപ്പം തന്നെ ഇറാനെതിരായ ആക്രമണങ്ങൾക്ക് സ്വന്തം മണ്ണോ സൗകര്യങ്ങളോ വിട്ടു നൽകുന്ന രാജ്യങ്ങൾ അതിന്റെ അന്താരാഷ്ട്ര ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരുമെന്ന കടുത്ത മുന്നറിയിപ്പും അദ്ദേഹം നൽകി. അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് ആതിഥേയം വഹിക്കുന്ന പ്രാദേശിക ഗവൺമെന്റുകൾ ഇത്തരം സൈനിക നടപടികൾക്ക് സഹായം നൽകുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും അദ്ദേഹം ആവർത്തിച്ചു. ഫെബ്രുവരി അവസാനത്തോടെ ആരംഭിച്ച സൈനിക സംഘർഷം മേഖലയിലെ ആകെ നടുക്കിയിരുന്നു. ഇറാനിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെയും കമാൻഡർമാരെയും ലക്ഷ്യമിട്ട വ്യോമാക്രമണങ്ങൾക്ക് പിന്നാലെ സ്ഥിതിഗതികൾ അതിവേഗം വഷളായി. തുടർന്ന് ഇറാൻ മേഖലയിലെ അമേരിക്കൻ ഇസ്രായേൽ താല്പര്യങ്ങളെ ലക്ഷ്യമിട്ട് നിരവധി പ്രതികാര നീക്കങ്ങൾ നടത്തിയതായി അവകാശപ്പെട്ടു. ഇതോടെ പശ്ചിമേഷ്യ മുഴുവൻ വലിയ യുദ്ധത്തിന്റെ വക്കിലെത്തി. പിന്നീട് പാകിസ്ഥാൻ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ നിലവിൽ വന്നെങ്കിലും അത് സ്ഥിരപരിഹാരത്തിലേക്ക് നീങ്ങിയിട്ടില്ല. ചർച്ചകൾ പരാജയപ്പെടുന്നതിനുള്ള പ്രധാന കാരണം അമേരിക്കയുടെ അമിതമായ ആവശ്യങ്ങളാണെന്നാണ് ഇറാന്റെ വാദം. ഉപരോധം തുടർന്നുകൊണ്ട് നാവിക നിയന്ത്രണം നിലനിർത്തിക്കൊണ്ട് സൈനിക ഭീഷണികൾ ഉയർത്തിക്കൊണ്ട് യഥാർത്ഥ നയതന്ത്രം സാധ്യമാകില്ലെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. പരസ്പര ബഹുമാനത്തിലും തുല്യതയിലും അധിഷ്ഠിതമായ ചർച്ചകളാണ് പരിഹാരത്തിലേക്കുള്ള ഏക മാർഗമെന്ന് അവർ പറയുന്നു. പശ്ചിമേഷ്യയിലെ അസ്ഥിരതയുടെ യഥാർത്ഥ കാരണം ഇറാൻ അല്ല, മറിച്ച് പുറത്തുനിന്നുള്ള സൈനിക ഇടപെടലുകളും പതിറ്റാണ്ടുകളായുള്ള അധിനിവേശ രാഷ്ട്രീയമാണെന്ന വാദവും ഇറാൻ ശക്തമായി മുന്നോട്ട് വെക്കുന്നു. മേഖലയുടെ ആഭ്യന്തര പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കുന്നത് പ്രാദേശികേതര ശക്തികളുടെ സാന്നിധ്യമാണെന്നും യഥാർത്ഥ സമാധാനം പ്രാദേശിക രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിലൂടെ സാധ്യമാകുമെന്നും അവർ പറയുന്നു. ഇത് വെറും നയതന്ത്ര വാചകമല്ല, കഴിഞ്ഞ വർഷങ്ങളിലെ യുദ്ധങ്ങളും കലാപങ്ങളും തകർത്ത മേഖലയിലെ പലർക്കും യാഥാർത്ഥ്യമെന്ന് തോന്നുന്ന വാദങ്ങളാണ്. ഇനി ചർച്ചകളില്ല, വെറും കണക്കു തീർക്കലുകൾ മാത്രം. പശ്ചിമേഷ്യയുടെ മണ്ണിൽ നിന്ന് ഇറാൻ ഇന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നത് ഒന്ന് മാത്രമാണ്: കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കാമെന്നും ഭീഷണികൾ കൊണ്ട് മുട്ടുകുത്തിക്കാമെന്നും കരുതിയവർക്ക് മുന്നിൽ നെഞ്ചുവിരിച്ചു നിൽക്കുന്ന ഒരു പുതിയ ഇറാന്റെ ഉദയമാണ് നാം കാണുന്നത്. ഇത് വെറും ഒരു പ്രതിരോധത്തിന്റെ കഥയല്ല, മറിച്ച് കടന്നാക്രമിക്കുന്നവന് അവന്റെ ഭാഷയിൽ തന്നെ മറുപടി നൽകുന്ന വീരത്തിന്റെ കഥയാണ്. നിങ്ങളൊരു പ്രഹരം നൽകിയാൽ 10 പ്രഹരങ്ങൾ ഏറ്റുവാങ്ങാൻ തയ്യാറായിക്കൊള്ളുക എന്ന
IRGC കമാൻഡർമാരുടെ വാക്കുകൾക്ക് വെടിയുണ്ടകളേക്കാൾ പ്രഹരശേഷിയുണ്ട്. പശ്ചിമേഷ്യയിലെ ചതുരംഗ കളത്തിൽ ഇനി കരുനീക്കങ്ങൾ ഏകപക്ഷീയമാകില്ല. അമേരിക്കയുടെ ഓരോ നീക്കത്തിനും ഇറാൻ കരുതി വെച്ചിരിക്കുന്നത് അതിനേക്കാൾ വലിയ പ്രത്യാഘാതങ്ങളാണ്. ലോകമിനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഭീഷണികൾക്ക് മുന്നിൽ പതറുന്ന ഇറാന്റെ ചിത്രമല്ല, മറിച്ച് മുറിവേറ്റ സിംഹത്തെ പോലെ തിരിച്ചടിക്കാൻ ആവനാഴിയിൽ അസ്ത്രങ്ങൾ നിറച്ചു കാത്തിരിക്കുന്ന ഒരു വൻശക്തിയുടെ ഗർജനത്തിനാണ്.